ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു 7ാം മാസ ചടങ്ങ് വീഡിയോ ആണ്. അപ്പം ഇപ്പം ഞാൻ ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. ഇനി എൻ്റെ വീട്ടിലോട്ട് പോകണം. ഞങ്ങളുടെ അപ്പച്ചിയുടെ വാപ്പാടെ പെങ്ങളെ മരുമോളയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം. അപ്പം ഞങ്ങളൊരു ചെറുക്കൻ വണ്ടിയും കൊണ്ട് വരാമെന്ന് പറഞ്ഞു, കാറിൽ. അപ്പം എന്നെ അടിച്ചു കൊടുത്താൽ മതി, അങ്ങ് കൊണ്ടാക്കും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് അവരെ വിളിച്ചുകൊണ്ടാണ് പോകണം. ഓക്കെ. ഉമ്മൻ തന്തപ്പെട്ട മുന്നക്കണക്കിരിക്കുന്നത്. ഹായ് റാളായി. ഹായ്. ഉമ്മക്ക് നിങ്ങളെ വാപ്പാടോടെ വരാൻ ഗൈസ്, ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചടങ്ങെന്ന് പറയുന്നത് നമ്മൾ 7ാം മാസത്തിൽ നടക്കുന്ന ഒരു ചടങ്ങാണ്. ഇത് കൊല്ലം ഭാഗത്ത് നടക്കുന്ന ഒരു ചടങ്ങാണ്. ബാക്കിയുള്ള ജില്ലയിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് നമ്മൾ ഒരു 7 കുട്ടികളെ വെച്ചിട്ട് 7ാം മാസമല്ലേ, അപ്പോൾ 7 കുട്ടികൾക്ക് നമ്മൾ ഇതുപോലെ നെയ്യപ്പവും മുല്ലപ്പൂവും കരിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് കൊടുക്കും. ഇതാണ് ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മഞ്ഞ ചുരിദാറിട്ടേക്കുന്നത് പെണ്ണിൻ്റെ ഉമ്മയാണ്. അപ്പം ഉമ്മ ഒരു സമ്മാനമായിട്ട് ഇങ്ങനെ ഒരു മാല ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ, ഒരുപാട് വലിയൊരു ഫംഗ്ഷനൊന്നും അല്ലായിരുന്നു. അപ്പം അതിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡ് നമ്മുടെ അടുത്താണ് നിൽക്കുന്നത് കുട്ടിയുടെ. പിന്നെ ഈ ഹസ്ബൻഡിൻ്റെ ചേട്ടനെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ പുള്ളിക്കാരൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദാണ്ട് ഇപ്പോൾ വരും. ദാണ്ട് ഇതാണ് പെണ്ണിൻ്റെ ഹസ്ബൻഡ്. ദാണ്ട് ഇതാണ് ഈ മുടി വളർത്തിയതാണ് പെണ്ണിൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഇതൊക്കെയാണ് ആ കുട്ടികൾ, ഞാൻ പറഞ്ഞ ആ പിള്ളേർ. അപ്പോൾ ഇവരിങ്ങനെ നിരന്ന് നിൽക്കുവാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ആ ചടങ്ങ് നടക്കുന്നത്, ഇങ്ങനെ ഓരോന്ന് കൊടുക്കുന്നതായിട്ട് ആണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ വന്ന ഉടനെ എല്ലാവരും ഫുഡ് കഴിച്ചു. പെണ്ണിൻ്റെ ആൾക്കാരെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോയി കഴിച്ചു. ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടുകാരും എല്ലാം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ചടങ്ങ് നടത്തുന്നത്. അപ്പം ഈ ചടങ്ങോടെ പെണ്ണിന് അവരെ വീട്ടിൽ നേരെ അങ്ങ് പോവാം. കാരണം നമ്മളിത് കഴിഞ്ഞിട്ട് നടക്കുമ്പം തിരിഞ്ഞു നോക്കാതെ വേണം പോകാൻ. അങ്ങനെയൊക്കെയുള്ള ഒരു ആചാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കായതുകൊണ്ട് തന്നെ അതൊന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഒരു വീഡിയോസ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഇത് ഇപ്പം കൊടുത്തു തുടങ്ങും കേട്ടോ, മധുരം ഇങ്ങനെ കൊടുത്തു തുടങ്ങാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് നെയ്യ് ആണെന്നാണ് എൻ്റെ ഒരു സംശയം. നെയ്യോ മുട്ടയോ അങ്ങനത്തെ ആണെന്നാണ് സംശയം, എനിക്ക് അറിയത്തില്ല. എനിക്കൊന്ന് നെയ്യാണെന്നാണ് തോന്നുന്നത് കേട്ടോ. സോറി നാരങ്ങ നീരാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മൾ ഇല വെച്ച് മടക്കി ഒരു സ്പൂൺ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ പെണ്ണിൻ്റെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ ഒഴിഞ്ഞിട്ട് അത് നമ്മളിങ്ങനെ ബാക്കിലോട്ട് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു ഇത്തയാണ് ചെയ്യുന്നത്, ഞങ്ങളുടെ നാത്തൂനാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കസിൻസിൽ ഏറ്റവും മൂത്ത ഇത്തയാണിത്. അപ്പോൾ ആ ഇത്തയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നെയ്യപ്പം ചുടുന്നതിൽ ഷേപ്പ് വ്യത്യാസം ഉണ്ടെങ്കിൽ പെണ്ണാണോ ആണാണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിത് ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുന്നെയാണ് നെയ്യപ്പം ചുട്ട് വെക്കുന്നത്. ആ നെയ്യപ്പമാണ് നമ്മൾ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഈ വെറ്റിലയിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അതിലിങ്ങനെ ഒരു പറയും, ഇങ്ങനെ വന്നാൽ പെണ്ണായിരിക്കും, ഇങ്ങനെ വന്നാൽ ആണായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ചുമ്മാ ഒരു ആചാരങ്ങൾ മാത്രമാണ് ഗൈസ്. അപ്പം ഇതിലും ഉണ്ട് ഈ ഇല കമ്മുന്ന്, നമ്മൾ ഈ ചുറ്റി ഇല ഇടുമ്പോൾ കമന്ന് വീഴും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റായിട്ട് എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല, കാരണം പണ്ടത്തെ അടുത്ത് ചോദിച്ചാൽ ഇതിനെപ്പറ്റി അറിയാം, എനിക്ക് കറക്റ്റായിട്ട് ഇതൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ എല്ലാവരും നമ്മൾ ഈ നിൽക്കുന്ന കുട്ടികളെന്ന് പറയുന്നത് കണ്ടില്ലേ, ആ വെറ്റിലക്കകത്ത് മുല്ലപ്പൂ, കരി, നെയ്യപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ കൊടുത്തിട്ട് കുട്ടികളുടെ സൈഡിലോട്ട് ഇങ്ങനെ വിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഇതിന് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറേ ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു കാലങ്ങളിങ്ങനെ കഴിയുന്തോറും ആചാരങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞൊക്കെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അധികമൊന്നും ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ വള ഇടുന്നുണ്ട്. ഒരു വളകാപ്പ് പോലെ ചെറിയൊരു രീതിയിൽ വള ഇടുന്നുണ്ട്. എല്ലാവരും വന്നിട്ട് കുപ്പി വളയാണ് ഇടുന്നത്. ചുമ്മാ ഒരു സന്തോഷത്തിന്, പെണ്ണിന് അത് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അങ്ങനെ അത് വെച്ചതാണ്.
എല്ലാവരും വളയിട്ട് ഇങ്ങനെ കൊടുത്ത് ലാസ്റ്റല്ല തീരാറായപ്പോൾ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്, കുപ്പിവളം എടുത്തിട്ട് കയ്യിലിട്ട് കൊടുക്കുകയാണ്. അപ്പം ഇതിനിടയ്ക്ക് ലഡ്ഡു പൊടിച്ചതും പിന്നെ മാതളവും കൂടെ ഉണ്ട്, അത് രണ്ടും കൂടെ കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പം അധികം പേരും ഇങ്ങനെ ചെയ്യുന്നില്ല, അപ്പം അറിയാത്തവർക്കും കൂടെ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇപ്പം കൊല്ലത്തുള്ള എല്ലാം പുറത്തുള്ള ജില്ലയിലോ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലെ ആചാരങ്ങൾ, നിങ്ങളുടെ നാട്ടിൽ ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. കൊല്ലംകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സുപരിചിതമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇതെന്താണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. കുറച്ച് കൊടുക്കാൻ വേണ്ടി ഇരുന്നു, അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കയറി കൊടുത്തതാണ്. അത് കണ്ടിട്ടാണ് എനിക്കിപ്പോൾ അത് ഓർമ്മ വന്നത്, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. അങ്ങനെ പിന്നെ വേറെ ചടങ്ങുകളൊന്നുമില്ല. ഈ പെണ്ണ് തിണക്ക് ഇതിലെല്ലാം കഴിഞ്ഞതിന് ശേഷം സാരിയുടെ തുമ്പത്ത് എനിക്കൊന്ന് എന്തോ ഒരു ഇത് വെച്ചിട്ട് അതും കൊണ്ട് ഹസ്ബൻഡിനെ പോലും നോക്കാതെ വേണം നടന്നു പോകാൻ, അങ്ങനെയാണ് പറയുന്നത്. തിരിഞ്ഞു പോലും നോക്കാതെ നേരെ നടന്ന് പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇപ്പോൾ എനിക്ക് ഒരുപാട് വ്യൂസ് കുറവാണ്, നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോകളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ. വേണ്ട, അങ്ങനെ ആയിക്കട്ടെ. അത് നെയ്യും ഇതൊക്കെ സംഭവം.